എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ബാല കോക്കില. ചാനൽ തുടങ്ങുന്നു. ഫസ്റ്റ് എപ്പിസോഡ് എന്താണ് ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ തരാം. അപ്പം അടുത്ത കാലത്ത് ഞങ്ങൾ രണ്ടുപേരും വളരെ പീസ്ഫുള്ളായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ജീവിക്കുന്നത്. സോ ഈ ചാനലിൽ നമുക്ക് ഓൺലി പോസിറ്റീവ്, കോൺട്രവേഴ്സി ഒന്നുമില്ല, പോസിറ്റീവ് തിങ്സ്. ഹെൽത്ത് വൈസും കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ കഴിക്കുന്ന അന്നം തന്നെ വലിയൊരു മെഡിസിനാണ് കண்டிപ്പാ അല്ലേ? കண்டிപ്പാ. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ഞാൻ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് എടുത്തു തന്നു. ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ്. ഇപ്പോൾ ഡോക്ടറെ അടുത്ത് ഞങ്ങൾ സംസാരിച്ച് വന്നപ്പോൾ വാട്ട് ഐ ഫീൽ ഇസ് മോർ ദാൻ മെഡിസിൻസ്. നമ്മൾ ഡെയിലി കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലേ? ആ. സംസാരിക്കും, നീ പറ. மெடிசனை விட ஃபுட்லேயே நம்மளுக்கு நிறைய நல்ல இதெல்லாம் இருக்கு. ஸோ அந்த மாதிரி நம்ம ஃபுட்டு ஹெல்த்தியாக சாப்பிட்டாலே நமக்கு மெடிசனே தேவையில்லை. இல்லை, நல்ல டேஸ்டா, வித் டேஸ்ட், ஒரு காம்ப்ரமைஸும் இல்லை. ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ് നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്, നമുക്ക് കഴിക്കാൻ പറ്റും. പക്ഷെ ഞാനിപ്പോൾ ഇരിക്കുന്ന വൈക്കം എന്ന് പറയുന്ന സ്ഥലത്ത് കെമിക്കലല്ല, പിന്നെ കണ്ടാമിനേഷൻ இல்லை. பேசிக்கலி கண்டாமினேஷனோ கெமிக்கலோ ஸ்டீராய்ட்ஸோ எதுவுமே இல்லை ഇവിടെ ഫുഡിൽ. സോ അതൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ കോക്കില മാഡം പറയും സ്പെഷ്യൽ ഐറ്റംസ് തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ? கத்திரிக்காய் கடையல். കത്രിക്ക കടയൽ. ഇവള് വന്നിട്ട് ആദ്യം വീട്ടിൽ വന്നപ്പോൾ കുറേ അന്ന് മലയാളി ഫ്രണ്ട്സ് കുറേ പേരുണ്ടായിരുന്നു. എന്താ സ്പെഷ്യൽ എന്ന് പറഞ്ഞപ്പോൾ കത്രിക്ക കടയൽ. അതിനുശേഷം എല്ലാവരും പഠിച്ചു ആ കത്രിക. எல்லாரும் ரெசிபி கேட்டு எல்லாரும் வீட்லயும் இப்போ கத்திரிக்காய் கடையல். എല്ലാവരും വീട്ടിലും ഇപ്പോൾ കത്രിക. தமிழ்நாட்டு ஃபுட்டு நல்லா சமைப்பேன். மாமாக்கும் ரொம்ப பிடிக்கும் இந்த சாம்பார் சாதம், வெரைட்டி ரைஸ் அந்த மாதிரி இல்லை. ലാസ്റ്റ് ഇന്ന് എന്താ ചെയ്ത്? இன்னைக்கு வந்து இது ഫിഷ് ഫ്രൈ. அது என்னது பிராலா ബ്രാൽ. பிரால். ബ്രാൽ வந்து ഒരു വൺ ഓഫ് ദ ഫിഷ്. അതിൽ ഒരുപാട് എന്താ പറയുക, ഹെൽത്ത് കാര്യങ്ങളുണ്ട്. അത് മേക്കിംഗ് வந்து എക്സ്ട്രാordinary ആയിരുന്നു. സോ ഈ ചാനലിൽ എനിക്ക് തോന്നുന്നു കോക്കില ഷീസ് ഗോയിങ് ടു ഷോ യു കുറേ കാര്യങ്ങളൊക്കെ, എങ്ങനെ കുക്ക് ചെയ്യണം, എങ്ങനെ ഹെൽത്തി ആയിട്ട് കുക്ക് ചെയ്യണം, എങ്ങനെ ടേസ്റ്റി ആയിട്ട് ഭക്ഷണം കഴിക്കണമെന്നുള്ള കാര്യം ഞാൻ പഠിപ്പിച്ചു തരാം. എങ്ങനെ കഴിക്കണമെന്ന്, എങ്ങനെ ഉണ്ടാക്കി കോക്കില പഠിപ്പിച്ചു തരാം. പിന്നെ പറയാമല്ലോ, சொல்லலாமா? சொல்லலாம். மாமாவோட குக்கிங் டேலண்ட் பற்றி சொல்லு. மாமா ரொம்ப நல்லா சமைப்பாரு. நீங்க பார்க்க தானே போறீங்க, பாருங்க. ஏதோ உனக்கு இஷ்டப்பட்டது? எல்லாமே பிடிக்கும். ஃபிஷ் ஃப்ரை நல்லா பண்ணுவாரு மாமா. அதில் ஒரு டெக்னிக் இருக்குது, அது ஒரு എപ്പിസോഡ് ആയിട്ട് ഞാൻ തന്നെ ചെയ്ത് കാണിക്കാം. ഫിഷ് ഫ്രൈ, നീ ചിക്കൻ റോസ്റ്റ്, ബീഫ് റോസ്റ്റെല്ലാം കഴിച്ചിട്ടുണ്ടാകും. പക്ഷേ ഫിഷ് റോസ്റ്റ് അത് വേറെ സ്റ്റൈലിൽ ഞാൻ കാണിച്ചു തരാം. கண்டிப்பா. വേറെന്താ പറയുക, ഫുഡ് മാത്രമല്ല, ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ഫിഷിങ്, പിന്നെ ബോട്ടിങ്. പിന്നെ ഇവിടെ ഈ നാട്ടിൽ കുറേ കുഞ്ഞു കുഞ്ഞു ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്, സെലിബ്രേഷൻസ് ഉണ്ട്, അമ്പലങ്ങളുണ്ട്. ഡെയിലി മോർണിംഗ് ഞങ്ങൾ വീട്ടിലിവിടെ കിടക്കുമ്പോൾ രാവിലെ നമുക്ക് സൺറൈസ് ആവുന്ന മുമ്പേ 5 മണിയിലിരുന്ന് അമ്പലത്തിൽ പാട്ട് തുടങ്ങും. ഈവനിങ് പാട്ട് அதே തുടങ്ങും. மாதிரி. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു ഭയങ്കര ഒരു പോസിറ്റീവ്, നമ്മുടെ ഭൂതകാലങ്ങളെല്ലാം മറന്നിട്ട്, എല്ലാവർക്കും ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ടാവും, ഇതെല്ലാം മറന്നിട്ട് ഏതോ ഓരോ ദിവസവും ഉറങ്ങി എഴുന്നിരിക്കുമ്പോൾ ഇന്ന് ജനിച്ചതുപോലെ ഉണ്ട് ഇല്ലയാ? ഇന്നേക്ക് நல்லா fresh day, fresh start. അതേപോലെ ക്രിക്കറ്റ് ഉണ്ട്. ക്രിക്കറ്റിലെ വലിയ വലിയ ടീമൊക്കെ, വൈക്കം ടീം എന്ന് പറഞ്ഞാൽ ഇവർക്ക് റണ്ണ് ഓടിയെടുക്കാൻ അറിയില്ല. ആദ്യം കുറേ കൺഫ്യൂഷനായിരുന്നു. ഈ ക്രിക്കറ്റ് ടീമൊക്കെ 4ഉം 6ഉം മാത്രമേ അറിയുള്ളൂ. ഇടയ്ക്ക് റണ്ണ് ഓടിനാൽ അത് ഭയങ്കര ഇൻസൾട്ടാണ് അവർക്ക്. ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ ക്രിക്കറ്റ് ടീമുണ്ട്, ഫുട്ബോൾ ടീമുണ്ട്. പിന്നെ അഫ്കോഴ്സ് ഇടയ്ക്കിടയ്ക്ക് പുതിയ പുതിയ മാജിക് ട്രിക്കൊക്കെ കാണിക്കാൻ പോകുന്നു. ஆமா, நிறைய ഭയങ്കര ഫണ്ണായിരിക്കും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാ കുസൃതി ചോദ്യങ്ങൾ. அது நிறைய நிறைய இருக்கு.
நிறைய ചോദ്യങ്ങൾ இருக்கு. அப்போ எல்லா எபிசோட்லும் எண்டில் ஒரு குசൃതി ചോദ്യം. இதுபோல் நமக்கு ஃபன் ஆக்கலாம். இந்த சேனலை வந்து சூப்பர் ஃபன்னாக இருக்கலாம். நம்ம உங்களுக்கு daily life- இந்த அந்த ஸ்ட்ரெஸ்ஸு சொல்லு. அதான் டெய்லி லைஃப்ல எல்லாருக்கும் ஒரு மைண்ட் ஒரு மாதிரி இருக்கும். ஸோ இந்த ஸ்ட்ரெஸ்ஃபுல் லைஃப்பில் நம்மளோட சேனல் കാണുമ്പോൾ 100% எங்கள் எல்லாருக்கும் பயங்கர ஒரு ஹாப்பினஸ் உண்டாகும். கண்டிப்பா നമ്മളെ മറന്നിട്ട് ജീവിതത്തിൽ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മറന്നിട്ട് നമ്മുടെ ചാനൽ തുടങ്ങുമ്പോൾ ചിരിയും സന്തോഷവും മനസമാധാനവും ദൈവത്വവും ഈ ചാനൽ ഉറപ്പായിട്ടുണ്ടാവും. സോ അതാണ് ബാല കോക്കില ചാനൽ. channel. നമ്മൾ ആദ്യമേ ഇത് வந்து ഒരു ഫസ്റ്റ് എപ്പിസോഡല്ല, ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ്. லான்ச்சிங்க்கு வேண்டி நாங்கள் ஜஸ்ட் ஒன்று செய்தതാണ്. அண்ட் அஃப்கோர்ஸ் ஒரு பியூட்டிஃபுல் ஒரு ஃபுட் மேக்கிங்காக இருக்கும் அடுத்த வரன ஃபஸ்ட் எபிசோடில். யூ வில் லவ் இட். இது மேக்கிங் எல்லாமே பயங்கர ஸ்பெஷலாக இருக்கும். ஸோ யூ ஆர் கோயிங் டு என்ஜாய் திஸ் ஷோ. ஸோ நீங்கள் எல்லாரோட பிளெஸிங்ஸும் வேணும். கண்டிப்பா ஏன்னா எல்லாரும் ஒன்றா சேர்ந்து ஆமா அடிபொலியாக அடிபொலியாகலாம். ஹாப்பியாக இருக்கலாம். ஹாப்பியா இருக்கும். ஓகே, பாய்.